ചതയം നക്ഷത്രം. ഈ ചതയ നക്ഷത്രക്കാർ, കുംഭം രാശിയിൽപ്പെട്ട ചതയ നക്ഷത്രക്കാർക്ക് അവരെന്ന് പറയുമ്പോൾ പൊതുവെ സൗമ്യതയും സ്നേഹവും ദൈവിക കാര്യങ്ങളിൽ താല്പര്യവും ത്യാഗശീലവും ഒക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. വളരെ ത്യാഗം ചെയ്യാനൊക്കെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഇവരുടെ പൊതു സ്വഭാവങ്ങളാണിത്. ആരോഗ്യം പൊതുവെ ഇവർക്ക് മെച്ചമായിരിക്കും. ഒരു മധ്യപ്രായം കഴിയുമ്പോഴാണ് ഇവർക്ക് വാദസംബന്ധമായിട്ടും മൂത്രാശയ സംബന്ധമായിട്ടും ഒക്കെയുള്ള അസുഖങ്ങൾ ധാരാളം വരാറുണ്ട്. ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങളൊക്കെ ഇവർ ബുദ്ധിമുട്ടിക്കാറുണ്ട്. പൊതുവെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇവർ പ്രവൃത്തിയിൽ ഏർപ്പെടാറുണ്ട്. വിരോധികളായ ആളുകളെ മിത്രങ്ങളാക്കാനൊക്കെ ഇവർക്ക് പ്രത്യേക കഴിവായിരിക്കും. ജീവിതത്തിൽ സ്ഥിര പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇവർ നേടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. സ്വജനങ്ങളിൽ നിന്ന് കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും ഇവർക്ക് കിട്ടാറില്ല. ഇവർ കുടുംബത്തിൽ നിന്നൊക്കെ അകന്നു കഴിയുന്ന ആളുകളായിരിക്കും. വിവാഹം കാലതാമസം വരാറുണ്ട്. ചിലവർക്ക് വിവാഹ ജീവിതം പരാജയമാകാനും സാധ്യതയുണ്ട്. ഈ ചതയ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അസ്വസ്ഥമായിട്ടുള്ളൊരു കുടുംബജീവിതമാണ് ഇവർക്ക് പൊതുവെ കിട്ടാറ്. വേർപെട്ടിട്ടുള്ള ജീവിതമോ അല്ലെങ്കിൽ വിരഹമോ ഒക്കെ സംഭവിക്കുന്ന ഒരു ജാതകക്കാരനാണ് ഈ ചതയ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. സ്ത്രീകളായിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ അസ്വസ്ഥമാണ്. ഒന്നുകിൽ ഭർത്താവുമായിട്ട് സുഖപ്രദമല്ലാത്തൊരു ജീവിതം, അല്ലെങ്കിൽ ഭർത്താവുമായിട്ടോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ ഭർത്താവിൻ്റെ വേർപാട്, അതുപോലെ തന്നെ ചിലപ്പോൾ ഇവർ ചിന്തിക്കാത്ത സമയത്ത് വൈദവ്യമൊക്കെ ഇവർക്ക് ഉണ്ടാകാം. ഒന്നിച്ചു കഴിഞ്ഞാൽ പല പൊരുത്തക്കുറവുകളും പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ എങ്കിലും ഒരുമിച്ച് കഴിയാനുള്ള യോഗം ഇവർക്ക് കുറവാണ്. ചില കാരണങ്ങൾ കൊണ്ട് വിട്ടുമാറി നിൽക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് ഈ ചതയ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക്.